ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സ്റ്റൈൽ ഓഫ് ലേണിംഗ്. ഇറ്റ്സ് മീ VK. ഈ വരുന്ന പബ്ലിക് എക്സാമിന് 10 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഇന്റേണൽ ട്രേഡ് എന്ന വലിയ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും അവിടെയുള്ള പ്രധാന കോൺസെപ്റ്റുകളാണ് ഒന്ന് ഹോൾസെയിൽ ട്രേഡും ഒന്ന് റീറ്റെയിൽ ട്രേഡും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. സോ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഹോൾസെയിൽ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്നതും സാധനങ്ങൾ വിൽക്കുന്നതുമാണ് ആ പ്രോസസ്സിൽ, ആ ട്രേഡിൽ അവിടെ നടക്കുന്നത്. ഹോൾസെയിൽ ട്രേഡ് നടത്തുന്ന ആൾ എന്ത് വിളിക്കുന്നു? ഹോൾസെയിലർ എന്ന് പറയുന്നു. ഇനി റീറ്റെയിൽ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ വിൽക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ ആ റീറ്റെയിൽ ട്രേഡ് നടത്തുന്ന ആൾ എന്ത് പറയുന്നു? റീറ്റെയിൽ ട്രേഡർ അല്ലെങ്കിൽ റീറ്റെയിലർ എന്ന് പറയുന്നു. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു കൊടുക്കുന്നത്. സോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഫംഗ്ഷൻസ് ഓഫ് ഹോൾസെയിലർ ആണ്. അപ്പോൾ ഹോൾസെയിലർ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൈയിങ് ആൻഡ് അസംബ്ലിംഗ്. എന്ന് വെച്ചാൽ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു? ബൈസ് അസംബിൾസ് ഗുഡ് ഫ്രം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് ബൈ ചെയ്യുന്നു, എന്നിട്ട് കൃത്യമായിട്ട് അസംബിൾ ചെയ്ത് വെച്ചിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? റീറ്റെയിലർക്ക് സെല്ല് ചെയ്യുന്നത്. ദെൻ ബ്രേക്കിംഗ് ദ ബൾക്ക് എന്ന് പറയുന്ന സമയത്ത് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഹോൾസെയിലർ പ്രൊഡ്യൂസറുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സോ അതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാക്കിയിട്ട് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റീറ്റെയിലേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് ബ്രേക്കിംഗ് ദ ബൾക്ക് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് പ്രൈസിംഗ് ആണ് അല്ലേ. ഹോൾസെയിലർ എന്താണ്? ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ്. എന്താണ്? ഗുഡ്സിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? ഹോൾസെയിലർ ആണ്. ദെൻ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സോർട്ട് ഔട്ട് ദ ഗുഡ്സ് ഓൺ ദ ബേസ് ഓഫ് ക്വാളിറ്റി, സൈസ്, കണ്ടക്ട്, ഡിസൈൻ എക്സെട്ര. അതായത് ഓരോ പ്രൊഡക്റ്റിന്റെയും സൈസ് അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രേഡ് ചെയ്യപ്പെടുന്നു. സോ അത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഹോൾസെയിലറുടെ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത പ്രോസസ്സ് പഠിക്കാനുള്ളത്, അടുത്ത കോൺസെപ്റ്റ് പഠിക്കാനുള്ളത് സർവീസ് ഓഫ് എ ഹോൾസെയിലർ ആണ്. ഹോൾസെയിലർ എന്തൊക്കെ സർവീസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? മാനുഫാക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതും റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതും കൃത്യമായിട്ട് എസ് ടൈപ്പ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സർവീസ് ടു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് എന്തൊക്കെ സർവീസ് ആണ് ഹോൾസെയിലർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൊവൈഡിങ് റെഡി മാർക്കറ്റ്, കറക്റ്റായിട്ട് മാർക്കറ്റ് റെഡി ആക്കി വെക്കുന്നു. വിച്ച് മീൻസ് ദ മാർക്കറ്റ് ഗുഡ്സ് സെല് ചെയ്യാൻ എന്താണ്? ഗുഡ്സ് സെല് ചെയ്യാൻ അവൈലബിൾ ആക്കി വെക്കുന്നു. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഹോൾസെയിലർ റിലീവ്സ് ദ പ്രൊഡ്യൂസർ ഫ്രം ദ ബോദറേഷൻ ഓഫ് ഫൈൻഡിങ് ബയേഴ്സ് ഫോർ ഹിസ് ഗുഡ്സ്. അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബയേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഹോൾസെയിലർ ആണ് ആ ഫംഗ്ഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, വെയർ ഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഹോൾസെയിലർ ആണ്. ഇനി അടുത്തത് റീറ്റെയിലേഴ്സിന് എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ വെയർ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് ബിയർ ചെയ്യുന്നുണ്ട്. ആര്? ഹോൾസെയിലർ റിസ്ക് ബിയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഈ സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ ഗുഡ്സ് ഡാമേജ് ചെയ്യാനുള്ള സാധ്യത, പോസിബിലിറ്റി ഒക്കെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ റിസ്ക് ആര് ഏറ്റെടുക്കുന്നുണ്ട്? ഹോൾസെയിലർ ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് റീറ്റെയിൽ ട്രേഡ്? അപ്പോൾ ഹോൾസെയിൽ ട്രേഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു, സർവീസസും ഫംഗ്ഷൻസും പഠിച്ചു. അത്രയേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി റീറ്റെയിൽ ട്രേഡിനെ കുറിച്ചാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി പഠിച്ചു പോകുന്നത്. സോ എന്താണ് റീറ്റെയിൽ ട്രേഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ റീറ്റെയിൽ ട്രേഡിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫംഗ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ ആണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ഫംഗ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റെയിലർ എന്ത് ചെയ്യുന്നുണ്ട്? അസംബിൾസ് ഓഫ് ഗുഡ്സ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അസംബ്ലിങ് ചെയ്യുന്നുണ്ട്. ദെൻ കൺവീനിയൻറ്റ് ലൊക്കേഷനിലാണ് ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് അവരുടെ ഷോപ്പ് ഇട്ടുകൊണ്ട് ആ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ സെല്ലിംഗ് എന്ത് ചെയ്യുന്നില്ല? സെയിൽസ് പ്രൊമോഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ത്രൂ റീറ്റെയിലേഴ്സ്. അതായത് പേഴ്സണൽ സെല്ലിംഗ്, ഒരു കസ്റ്റമറിനെ നേരിട്ട് കണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. സോ ആ പേഴ്സണൽ സെല്ലിംഗും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് എവിടെയാണ്? റീറ്റെയിലേഴ്സിന്റെ പ്രോസസ്സിലാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സർവീസസ് ടു റീറ്റെയിലേഴ്സ് ആണ്. സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് എന്തൊക്കെ സർവീസ് ആണ് മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. റെഡിയാണോ? സോ ഒന്നാമത്തെ റെഡി മാർക്കറ്റാണ്. ഇത് ഹോൾസെയിലേഴ്സിന്റെ ഒരു സർവീസ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെയും ആരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് മാർക്കറ്റ് ഗുഡ്സ് സെല്ല് ചെയ്യുക, മാർക്കറ്റ് സെറ്റ് ആണ് അല്ലെങ്കിൽ അവൈലബിൾ ആണ് എന്ന് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പോപ്പുലറൈസ് എ ന്യൂ പ്രൊഡക്റ്റ്. ദേ പോപ്പുലറൈസ് ന്യൂ പ്രൊഡക്ട്സ് ത്രൂ വിൻഡ് ഡിസ്പ്ലേ, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് എക്സിബിഷൻ. അതായത് പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? അല്ലെങ്കിൽ കസ്റ്റമർ ഇടയിലേക്ക് ഇത് അടിപൊളിയാണ്, ഇത് കിടിലം പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആരാണ്? റീറ്റെയിലർ ആയിരിക്കും. ദെൻ പ്രൊവൈഡ് മാർക്കറ്റ് ഇൻഫോർമേഷൻ. അതായത് മാർക്കറ്റിലെ ഗുഡ്സ്, ഈ ഗുഡ്സ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരണം. അത്തരത്തിലുള്ള മാർക്കറ്റിലെ ട്രെൻഡിനനുസരിച്ച്, മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് മാർക്കറ്റിലെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? ഈ പറയുന്ന മാനുഫാക്ചേഴ്സിനും അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? റീറ്റെയിലർ ആണ്. ഓക്കെ, ഇനി അടുത്തത് സർവീസസ് ടു കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സർവീസ് ആണ് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സ്റ്റോക്ക് റെഡിയാക്കി വെക്കണം.
ഓക്കെ, കൃത്യമായിട്ട് ഒരു കൺസ്യൂമർ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പോൾ കൺസ്യൂമർ വാങ്ങിപ്പാടെ ഒരു ഷോപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പോയിരിക്കും. സോ സ്റ്റോക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ദെൻ സെലക്ഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ ഒരു ഗുഡ്സ് നമ്മളിപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു നീല കളർ ഷർട്ടാണ് വേണ്ടത്. സോ ആ നീല കളർ ഷർട്ട് പല വെറൈറ്റീസിലുണ്ടായിരിക്കും, പല മോഡലിൽ പല ഡിസൈനിലുണ്ടായിരിക്കും. സോ കൃത്യമായിട്ടുള്ള സെലക്ഷൻ ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. ദെൻ ന്യൂ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. ഒരു പ്രൊഡക്റ്റിന് ഇൻഫർമേഷനെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു പുതിയൊരു പ്രൊഡക്റ്റിന് ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലർ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രീഡം ടു ബൈ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഒറ്റ പ്രൊഡക്റ്റ് മതിയാവും, അവിടെ 2, 3, 4 പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുണ്ടായിരിക്കില്ല. സോ കസ്റ്റമറിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, കസ്റ്റമറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു പ്രൊഡക്റ്റെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ആ ഒരു സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലർ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. അതായത് ഇറ്റിനറിയൻ ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സുമായിട്ട് റീറ്റെയിൽ ട്രേഡിനെ ക്ലാസിഫൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. വെരി ഇമ്പോർട്ടൻ്റ് സാർ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാർ ഇട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇറ്റിനേറിയൻ ട്രേഡേഴ്സ് എന്താണെന്ന് പരിശോധിക്കാം. സിമ്പിളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കില്ല. എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇറ്റിനേറിയൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്. ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ദേ ക്യാരി പ്രൊഡക്ട്സ് ഓൺ ബൈസിക്കിൾ ഓർ ഹാൻഡ് കാർട്ട്, സൈക്കിൾ റിക്ഷോ ഓർ ഓൺ ദെയർ ഹെഡ്. തലയിലോ സൈക്കിളിലോ അല്ലെങ്കിൽ റിക്ഷോയിലോ അങ്ങനെയുള്ള സഞ്ചരിച്ചുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ് ആരെന്ന് പറഞ്ഞാൽ ഹോക്കേഴ്സ് അല്ലെങ്കിൽ പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ട്രേഡേഴ്സിൻ്റെ പ്രത്യേകത, അതായത് അവർ ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും, ഫിക്സ്ഡ് ഡേറ്റിലായിരിക്കും. അതായത് ചില നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ചന്തകൾ ഉണ്ടായിരുന്നു. ചന്തകൾ ഇപ്പോൾ ചേളാരി ചന്ത എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ നാട്ടിലൊരു ചന്ത കേട്ടോ. അപ്പോൾ ചേളാരി ചന്ത പ്രവർത്തിക്കുന്നത് ഒരു ചൊവ്വാഴ്ചകളിലാണ്. സോ ആ ചൊവ്വാഴ്ചകളിൽ അവിടെ സാധനങ്ങൾ വിൽക്കുന്ന അത്തരത്തിലുള്ള ഫിക്സ്ഡ് ഡേറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും ആരെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സ്മോൾ റീറ്റെയിലേഴ്സ് ഹു ആർ കോമൺലി ഫൗണ്ട് അറ്റ് പ്ലേസസ് വെർ ഹ്യൂജ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ. അതായത് ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അതായത് ആളുകൾ കൂടുതൽ ഇപ്പോൾ ടൗണിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ, ഇപ്പോൾ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വരും. സോ അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ബീച്ച്. സോ പോപ്പുലേഷൻ കൂടുതൽ ഫ്ലോട്ട് ചെയ്യുന്നത്, കൂടുതൽ ആളുകൾ കടന്നു വരുന്ന സ്ഥലങ്ങൾ, ജനസാന്ദ്രത, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളുണ്ടായിരിക്കും. ആളുകൾ പർച്ചേസ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ വരുന്ന സിറ്റി പോലുള്ള അല്ലെങ്കിൽ ചെറിയ ടൗൺ പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. സോ അവിടെയാണ് ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നത്. ദെൻ ചീപ്പ് ജാക്സ് എന്ന് പറയുന്ന സമയത്ത് റെന്റഡ് ഷോപ്സ് അല്ലെങ്കിൽ റെന്റഡ് ഷോപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള എന്തെന്ന് പറയുക ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. സോ അവർക്ക് അവസരം കിട്ടുന്ന സംബന്ധിച്ച് അവർക്ക് എവിടെയാണോ കച്ചവടം കൂടുതൽ കിട്ടുന്നത്, സോ അതിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ കാണുന്ന ഷോപ്പുകളിൽ അതൊക്കെ ചീപ്പ് ജാക്സിന് എക്സാമ്പിളാണ്. ഒരു ഉത്സവം കഴിഞ്ഞാൽ വേറെ ഉത്സവത്തിലോട്ട് പോകുന്നു, ഒരു പള്ളി പെരുന്നാൾ കഴിഞ്ഞാൽ വേറെ പള്ളി പെരുന്നാളിലേക്ക് പോകുന്നു. സോ അത്തരത്തിൽ റെന്റഡ് ഷോപ്പായിരിക്കും അവർ എന്താ ചെയ്യുക, സാധനങ്ങൾ വിൽക്കുക. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇത്തരത്തിലാണ് ഇറ്റിനേറിയൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ കിടിലനായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ കുറിച്ചാണ്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് സ്മോൾ സ്കെയിൽ ഉണ്ട്, ഒന്ന് ലാർജ് സ്കെയിൽ ഉണ്ട്. ഫിക്സഡ് ഷോപ്പ് എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇവർക്ക് സ്ഥിരമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ആ സ്ഥലത്തിലാക്കി ഇവർ എന്താക്കുക, കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകാം. സിമ്പിളാണ്. ഒന്ന് ജനറൽ സ്റ്റോർ. ജനറൽ സ്റ്റോർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഗ്രോസറി ഷോപ്പാണ് ജനറൽ സ്റ്റോറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അല്ലേ. ഡേ ടു ഡേ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും, ഡേ ടു ഡേ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുക അവർ വിൽക്കുക അല്ലേ. ഫാൻസി ഷോപ്പ്, ഗ്രോസറി ഷോപ്പൊക്കെ എക്സാമ്പിളാണ് കേട്ടോ. ഇനി സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ഓൺ 1 ലൈൻ ഓഫ് ഗുഡ്സ്, ഒറ്റ പ്രൊഡക്റ്റ് അവിടെ വിൽക്കുള്ളൂ. ഇപ്പോൾ സപ്പോസ് മെഡിക്കൽ സ്റ്റോറിലാണ് മെഡിസിൻ, ക്ലോത്ത് അല്ലെങ്കിൽ ക്ലോത്ത് സ്റ്റോറിലാണെങ്കിൽ വസ്ത്രങ്ങളാണ് വിൽക്കുന്നത്, ബുക്ക് ഷോപ്പിലാണെങ്കിൽ ബുക്കാണ് വിൽക്കുന്നത്, ജ്വല്ലറിയിലാണെങ്കിൽ സ്വർണ്ണമാണ് വിൽക്കുന്നത്, ജ്വല്ലറിയാണ് വിൽക്കുന്നത്. സോ അത്തരത്തിൽ സിംഗിൾ ഒരു 1 പ്രൊഡക്റ്റ് അവിടെ സെല് ചെയ്യുന്നു, ഒരു 1 ലൈൻ ഓഫ് പ്രൊഡക്റ്റ് അവിടെ സെല് ചെയ്യുന്നുള്ളൂ. ദെൻ സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്താ, ലൊക്കേറ്റഡ് ഇൻ പോപ്പുലർ ഇൻ അർബൻ ഏരിയ. സ്പെഷ്യലായിട്ട് ചിലപ്പം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഡ്രസ്സിൻ്റെ ഷോപ്പ് എടുക്കുക, അപ്പം ആണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മെന്നിന് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളുണ്ട്, ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളുണ്ട്. സോ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും ഇവർ വിൽക്കുക. കൂടാതെ അത് അർബൻ ഏരിയയിലായിരിക്കും അതെന്താ പോപ്പുലറൈസ് ആയിട്ടുണ്ടായിരിക്കുക. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഷോ സ്പെഷ്യലൈസ് ഇൻ എ സിംഗിൾ പ്രൊഡക്റ്റ് ഓർ ഇൻ എ സെർട്ടൈൻ ലൈൻ. ഇനി അടുത്തത് സ്ട്രീറ്റ് ഷോപ്പാണ്. നമ്മൾ കോഴിക്കോടുകാരാണെന്നുണ്ടെങ്കിൽ SM സ്ട്രീറ്റിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരുപാട് ഷോപ്പുകൾ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിൽ വുഡൻ ഷോപ്പോ അല്ലെങ്കിൽ സംടൈംസ് പ്ലേസ്ഡ് ഓൺ ടേബിൾസ് ഓർ പ്ലാറ്റ്ഫോം, അവിടെ പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. പല നമ്മളിപ്പോൾ SM സ്ട്രീറ്റ് പോലുള്ള പല മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലാണ് സ്ട്രീറ്റ് ഷോപ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്സ് എന്ന് പറയുന്ന സമയത്ത് സിമ്പിളാണ്. അവിടെ എന്താണ്, സെക്കൻഡ് ഹാൻഡ്
അല്ലെങ്കിൽ യൂസ്ഡ് ഗുഡ്സ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ലൈക്ക് ബുക്സ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, ഇത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, മൾട്ടിപ്പിൾ ചെയിൻ സ്റ്റോഴ്സ്, മെയിൽ ഓർഡർ ഹൗസസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, വെൻഡിംഗ് മെഷീൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് അറിയോ? സൂപ്പർ മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എന്താണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഇസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ഓഫറിംഗ് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഓഫർ ചെയ്യുന്നു. ഇവിടെ ഓരോ പ്രൊഡക്റ്റിനും ഇപ്പോൾ സപ്പോസ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾക്ക് ഒരു സെക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. ഇനി ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഗുഡ്സിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. ഇനി ക്ലോത്ത് വസ്ത്രപരമായിട്ടുള്ള ഗുഡ്സിന് വസ്ത്രങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. അത്തരത്തിൽ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന ഒരു ടാഗ് ലൈനിൽ എന്നൊരു പ്രിൻസിപ്പിളിലാണ് ഈ ഒരു സ്റ്റോർ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റോർ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസ്. ഇവർക്ക് എന്തായിരിക്കും കുറേ അധികം ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അണ്ടർ വൺ ഓണർഷിപ്പാണ് മാനേജ്മെൻറ്റ് ആൻഡ് ഡീലിംഗ് ഇൻ വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. സപ്പോസ് നിങ്ങൾ ഈ ഡെക്കാത്ലോൺ എന്നൊക്കെ കേട്ടില്ലേ? ഡെക്കാത്ലോണിന് സാധാരണ സ്പോർട്സ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് അവർ കൂടുതൽ സെല് ചെയ്യുന്നത്. സോ എന്താണ്, വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. അവിടെ സ്പോർട്സ് പരമായിട്ടുള്ള ഗുഡ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അവർ ട്രേഡ് ചെയ്യുന്നു, അവിടെ സെല് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഇപ്പോൾ KFC ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബാറ്റേൻ്റെ ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് ഒക്കെയാണ് ബാറ്റ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാവേലി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഉഷ സ്വീയിങ് മെഷീൻ അല്ലേ, നമ്മൾ തയ്യൽ മെഷീനുകൾക്ക് ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള തയ്യൽ മെഷീനുകൾ മാത്രമായിരിക്കും അവിടെ കാണാൻ വേണ്ടി സാധിക്കുക. സോ അതുകൊണ്ടാണ് വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഐഡന്റിക്കൽ ആയിരിക്കും അപ്പിയറൻസ്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ബോർഡ് കണ്ടാൽ നമുക്ക് എന്താക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ, സൈൻ ബോർഡ്, ഇന്റീരിയർ. ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും പോയി കഴിഞ്ഞാലും ഏത് ബ്രാഞ്ചസിൽ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഇന്റീരിയർ ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. സോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് മൾട്ടിപ്പിൾ സ്റ്റോർ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെയിൽ ഓർഡർ ബിസിനസ് ആണ്. മെയിൽ ഓർഡർ ബിസിനസ്സിൽ റീറ്റെയിൽ ബിസിനസ് വേർ ദേ സെൽ മെർച്ചൻഡൈസ് ത്രൂ മെയിൽ ത്രൂ ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, അവരുടെ മെർച്ചൻഡൈസ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറലി നോ പേഴ്സണൽ കോൺടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് ദ സെല്ലേഴ്സ്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ കോൺടാക്ട് ഉണ്ടാവുന്നില്ല. കൂടാതെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആർ അപ്രോച്ച്ഡ് ത്രൂ ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെന്റ്. കസ്റ്റമേഴ്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന, പരസ്യങ്ങളിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. എങ്ങനെയുള്ള ന്യൂസ് പേപ്പറിലൂടെ കാണുന്നത്, മാഗസിനിലൂടെ കാണുന്നത്, TV, കാറ്റലോഗ്സ്, പ്രൈസ് ലിസ്റ്റ്, സെൻഡ് ടു ദം ബൈ പോസ്റ്റ്. ഇവിടെ ഇങ്ങനെ പരസ്യങ്ങളിലൂടെയും TVയിലൂടെയും അതേപോലെ തന്നെ കാറ്റലോഗിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയൊക്കെ കണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത്, പ്രൈസ് ലിസ്റ്റ് എങ്ങനെ അയക്കുന്നു, പോസ്റ്റ് വഴി അയച്ചിട്ടാണ് ഇവർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന, കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന. അത്തരത്തിലുള്ള ബിസിനസ് സമ്പ്രദായത്തിൽ റീറ്റെയിൽ ട്രേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദാറ്റ് ഈസ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. എന്താണ് കൺസ്യൂമർ സൊസൈറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. സോ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സും എന്തിനാണ് പ്രവർത്തിക്കുന്നത്, ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് മാനേജ്ഡ് കൺട്രോൾ ബൈ കൺസ്യൂമേഴ്സ് ദംസെൽസ്. കൺസ്യൂമേഴ്സ് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ഒക്കെ. എന്തിനു വേണ്ടിയിട്ട് അവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സോ സച്ച് ഓർഗനൈസേഷൻ ഇസ് ടു എലിമിനേറ്റ് മിഡിൽ മാൻ. ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമർ സ്റ്റോഴ്സ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇവർ എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്, ലൈക്ക് ഡെയിലി യൂസ് സച്ച് ആസ് ഗ്രോസറി, സ്റ്റേഷനറി, യൂട്ടൻസിൽസ്, ഡ്രസ്സസ്, മെറ്റീരിയൽസ് ആണ് ഇവർ എന്തെന്ന് ബേസിക്കലി ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിൽ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽസ് ഇൻ സ്മോൾ ലോട്ട് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ബൾക്ക് ക്വാണ്ടിറ്റിയിലാണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കൺസ്യൂമേഴ്സിന് തന്നെയാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ സാധനങ്ങൾ വിൽക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഷോപ്പുകൾ, ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് നമുക്ക് അറിയാവുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ലേ. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അവിടെ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം മോർ അട്രാക്റ്റീവ് ടു കൺസ്യൂമേഴ്സ് ബൈ ദ വൈഡ് വെറൈറ്റി ഓഫ് ലോ പ്രൈസ് സെൽഫ് സർവീസ് ആണ്. അതേപോലെ തന്നെ ഹ്യൂജ് കളക്ഷൻ ഓഫ് മെർച്ചൻഡൈസ് ആണ്. നമുക്ക് ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സും അതേപോലെ തന്നെ ലോ പ്രൈസിലും ഗുഡ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടാഗ് ലൈൻ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് സെൽഫ് സർവീസ് സ്റ്റോർ എന്ന ടാഗ് ലൈനിലാണ് അറിയപ്പെടുന്നത് സൂപ്പർ മാർക്കറ്റുകൾ അറിയപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെൽഫ് സർവീസ് സ്റ്റോർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചേക്കണം എന്താണ്, സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. വൺ റൂഫ് അല്ലെങ്കിൽ വൺ ലോ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ വൈഡ് സെലക്ഷൻ ആണ്, നോ ബാഡ് ഡെപ്റ്റ് ആണ് അല്ലേ.
ദെൻ കംപ്ലീറ്റ് ഫ്രീഡം ടു ബയേഴ്സ്, ദെൻ ഷോപ്പിംഗ് ഈസ് കൺവീനിയൻസ് ആണ്. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് അല്ലേ. ഏത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുഡ്സ് ഒക്കെ പരിശോധിച്ച് എല്ലാം കൃത്യമാണോ നോക്കിയിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കൺവീനിയൻ്റ് ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നോ പേഴ്സണൽ അറ്റൻഷൻ ആണ്, അതേപോലെ തന്നെ നോ ക്രെഡിറ്റ് ആണ്. ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഹ്യൂജ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ വരുന്നുണ്ട് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഓക്കെ, ഇനി അടുത്തത് വെൻഡിങ് മെഷീൻ. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊക്കെ പല മെട്രോ സ്റ്റേഷനിലും പല വലിയ വലിയ മോളുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു റവല്യൂഷനാണ് മാർക്കറ്റിംഗ് മെത്തേഡിൽ. ഈസ് ദ എമർജൻസ് ഓഫ് വെൻഡിങ് മെഷീൻ. ദീസ് ആർ കോയിൻ operated machine found very suitable in selling products like beverages, platform tickets, soft drinks, newspaper അല്ലേ. അതായത് ഒരു കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് ആണ്. അതായത് ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, വെറൈറ്റീസ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കുക, മേ ബി സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ലൈക്ക് ബീവറേജസ്, അല്ലെങ്കിൽ സ്നാക്സ് പോലുള്ള ഐറ്റംസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള കോയിൻ ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ടായിരിക്കുക. സോ നമ്മൾ ആ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്തായിരിക്കാം, ആ കറക്റ്റായിട്ട് അതിൻ്റെ വില ആ കോയിനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആ പ്രൊഡക്റ്റ് താഴെ കൂടെ നമുക്ക് റിസീവ് ചെയ്യാം. അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ എന്താണ്, ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. കൂടാതെ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് വെൻഡിങ് മെഷീൻ, this is useful techniques of selling low priced products of standard quality and uniform size. അതായത് ഇവിടെ എപ്പോഴും ആലോചിക്കേണ്ടത് പ്രൈസ് ഓഫ് ഗുഡ്സ്, സെല്ലിംഗ് ലോ പ്രൈസ് ഓഫ് ഗുഡ്സ്, ചെറിയ വിലയിലുള്ള ചെറിയ പ്രൈസിലുള്ള ഗുഡ്സ് ആയിരിക്കും വെൻഡിങ് മെഷീൻസിൽ അവൈലബിൾ ആയിരിക്കുക. കൂടാതെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ യൂണിഫോം സൈസ് എന്ന് പറഞ്ഞാൽ ഒരേ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് യൂണിഫോം സൈസ് എന്ന് പറഞ്ഞാൽ. സോ അത്തരത്തിലുള്ള ഒരു പുതിയൊരു മാർക്കറ്റിംഗ് എമർജൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ വെൻഡിങ് മെഷീൻ എന്ന് പറയും. മക്കളെ ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് വെൻഡിങ് മെഷീൻ എന്ന് ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് ഈ കൊടുത്തുള്ള പോയിന്റുകൾ വെച്ച് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, സോ മക്കളെ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇന്ത്യൻ ട്രേഡ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയിൻ സ്റ്റോറിനൊക്കെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് നോക്കി വെക്കുക. എസ്സേക്കൊക്കെ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൃത്യമായിട്ട് എഴുതേണ്ടതുണ്ട്. സോ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.